ഹലോ ഗൈസ്, റെഡീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് സുഖിയാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മൈദ മാവില്ല, എനിക്ക് ലൂസ് മാവാണുള്ളത്. ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ചെറുപയറൊന്ന് അവിച്ചെടുക്കാം. ഞാൻ കുക്കറിൽ വേവിക്കുന്നില്ല, അപ്പം ഞാൻ കുറച്ചൊന്ന് നല്ല കഴുകി വാരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ ഞാൻ വെള്ളത്തിയിട്ടിരുന്നു. പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഈ ഉപ്പ് അതിലോട്ടൊന്ന് പിടിക്കട്ടെ. കൈയൊന്ന് മുക്കി കൊടുക്കാം. പയർ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതാ ഈ പയർ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് തണ്ട വേവ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളൂ. അല്ലാതെ എന്നിട്ട് അരിവാലയിൽ വെച്ച് വെള്ളം തോർന്ന് കളഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇതിനെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പം ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് വെച്ചില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് ഇങ്ങനെ അങ്ങിടാന്ന്. പഞ്ചസാര ഇട്ടിട്ട് ഇച്ചിരി ജീരകം ഇട്ട് കൊടുക്കാം. ജീരകവും കൂടെ ഇട്ട് ഇനി ഇതിനെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. ഒന്ന് കുഴയത്തക്ക രീതിക്കാക്കി എടുക്കാം. അതാ പയറെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചതാണ്ട ഇത് കണക്കാക്കി വെച്ചിട്ടുണ്ട്. പഞ്ചസാരയും ജീരകമാണ് അതിൽ ചേർത്തിരിക്കുന്നത്. അടിച്ച് കറക്കിയെടുത്ത് ഇനി ഇതാ അടുത്തത് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദ മാവില്ല, ലൂസ് മാവാണ് എടുത്തിരിക്കുന്നത്. സോഡാപ്പൊടി ഞാൻ അങ്ങനെ ചേർക്കാറില്ല, പിഞ്ച് ചേർക്കാം. ഇതാ ഒരു നുള്ളു പിഞ്ച് ചേർക്കുകയും ഇല്ല. ഉപ്പ് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് പയറിൽ. അപ്പം മാവിലൊരു ശകലം വേണം. ഇതൊരു ശകലം ഒന്ന് ചേർത്ത് കൊടുക്കാം. കളറുണ്ടെങ്കിൽ നല്ല രസവും കേട്ടോ മോദകത്തിന്. അപ്പം ശകലം കളർ പൊടി. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം കുറച്ച് ഒഴിച്ച് കലക്കിയെടുക്കാം. കണ്ടല്ലോ, പയറെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനിതാ ഇതുവരെ ഉരുളകളും വേണ്ട ഈ മാവിലോട്ട് മുക്കിയതിന് ശേഷം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ തിളച്ച് വേണ്ട ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതാ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സെറ്റപ്പായിട്ടുണ്ട്. ഇത് എടുക്കാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം എടുക്കുകയാണ്. ഇനി നമുക്കിത് കോരിയതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ ഇടാം. അങ്ങനെ നമ്മുടെ മോദകം എല്ലാം എന്താ പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ട നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കണ്ടാ അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ, ടാറ്റാ.